ഹായ് ഓൾ, ഫീവേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദിത. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് +1 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. ഇതിൽ നമ്മൾ എന്തൊക്കെയാ കണ്ടത്? യൂണിറ്റ്സ് എന്താണെന്ന് കണ്ടു, ഡിഫറെന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു, SI സിസ്റ്റം പഠിച്ചു, അതിൽ തന്നെ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉണ്ടെന്ന് പഠിച്ചു. ആ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടു. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡയമെൻഷൻസ് ആൻഡ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമ്മൾ 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിച്ചു. ഈ ഓരോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് ഓരോരോ ഡയമെൻഷൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഡയമെൻഷൻ മീൻസ് ഒരു ലെറ്റർ, ഒരു ആൽഫബറ്റ്, അതിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നതാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റെല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഡയമെൻഷൻ ഡിസ്ക്രൈബ് വാട്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അപ്പൊ നമുക്ക് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദയർ ഡയമെൻഷൻസ്. ഫസ്റ്റ് വൺ, മാസ്. മാസിന്റെ ഡയമെൻഷൻ വരുന്നത് ക്യാപിറ്റൽ M ആണ്. ഞാൻ പറഞ്ഞു നമ്മളെ ഡയമെൻഷൻസ് എഴുതുന്നത് എപ്പോഴും ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ്. അപ്പോൾ ക്യാപിറ്റൽ M എഴുതുന്നു, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് എഴുതുന്നു. ദെൻ ലെങ്ത്തിന്റെ ഡയമെൻഷൻ വരുന്നത് ക്യാപിറ്റൽ L ആണ്. ടൈമിന്റെ ഡയമെൻഷൻ വരുന്നത് ക്യാപിറ്റൽ T. ഇത് മൂന്നുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടത്. നമ്മുടെ ഡയമെൻഷൻസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് എഴുതുമ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ M, L, T ഇത് മൂന്നുമാണ്. നെക്സ്റ്റ് വൺ ഇസ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ A ആണ്. ദെൻ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ ക്യാപിറ്റൽ K ആണ്. ഈ എയും കെയും ഒക്കെ എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്നും ഓർത്ത് നോക്കണം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് വൺ ഇസ് ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ ഡയമെൻഷൻ വരുന്നത് സ്മോൾ c ആൻഡ് സ്മോൾ d. ദെൻ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ ഡയമെൻഷൻ വരുന്നത് സ്മോൾ, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നത്. ഇത്രയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് വരുന്നത്. ഇനി നമ്മൾ മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഫസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് വോളിയം ആണ്. വോളിയം, ഓക്കെ. വോളിയം, ഒരു ഷേപ്പിന്റെ വോളിയം വരുന്നത് അതിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്, അല്ലെങ്കിൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. നമുക്കിപ്പോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നുള്ളൊരു ഡെഫിനിഷൻ എടുക്കാം. ലെങ്ത് L മൾട്ടിപ്ലൈഡ് ബൈ ബ്രെഡ്ത്ത് B മൾട്ടിപ്ലൈഡ് ബൈ H. ഒരു എന്താ പറയുക, ഒരു ക്യൂബിന്റെയോ അങ്ങനെയുള്ള എന്തിന്റെ വേണമെങ്കിലും എടുക്കാം. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഓക്കെ, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഷേപ്പിന്റെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കാം. ലെങ്ത് എന്താ? ലെങ്ത്തിന്റെ ഡയമെൻഷൻ നമ്മളിപ്പോ എഴുതി. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിൽ ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താ? ക്യാപിറ്റൽ L ആണ്. ക്യാപിറ്റൽ L. എപ്പോഴും ഡയമെൻഷൻ എഴുതുമ്പോൾ എന്തെഴുതണം? സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വേണം എഴുതാൻ. നെക്സ്റ്റ് വൺ ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ലെങ്ത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഡയമെൻഷനും എന്ത് തന്നെ വരും? ക്യാപിറ്റൽ L ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് വൺ ഹൈറ്റ്. ഹൈറ്റിന്റെ ഡയമെൻഷനും ക്യാപിറ്റൽ L തന്നെയാണ്. അപ്പൊ ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? L into L into L is L ക്യൂബ്. സോ ഡയമെൻഷൻ ഓഫ് വോളിയം is L ക്യൂബ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എഴുതുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ആക്സിലറേഷൻ. ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ, ഇതിന്റെ യൂണിറ്റ് വെച്ചൊന്ന് എഴുതി നോക്കാം. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ മീൻസ് എന്തിന്റെ യൂണിറ്റ് ആണ്? ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താ? ക്യാപിറ്റൽ L. ക്യാപിറ്റൽ L. പെർ മീൻസ് ഡിവൈഡഡ് ബൈ. ഡിവൈഡഡ് ബൈ എസ് മീൻസ് എന്താ? ടൈമിന്റെ യൂണിറ്റ്. ടൈമിന്റെ യൂണിറ്റ്, ടൈമിന്റെ ഡയമെൻഷൻ എന്താ നമ്മൾ പഠിച്ചത്? ക്യാപിറ്റൽ T. അപ്പൊ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടിയുടെ സ്ക്വയർ ഈക്വൽ ടു L T റൈസ് ടു -2. ഇവിടെ ഡിനോമിനേറ്ററിൽ ഇവിടെ ഡിനോമിനേറ്ററിലാണ് T സ്ക്വയർ വരുന്നത്. അത് ന്യൂമറേറ്ററിൽ പോകുമ്പോൾ എന്താവും? T റൈസ് ടു -2 ആവും. ഇതൊക്കെ നമ്മൾ മാത്സിൽ പഠിക്കുന്നതാ. അപ്പൊ ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്താ? L T റൈസ് ടു -2. ഇനി അടുത്തൊരു ക്വാണ്ടിറ്റി, നമ്മുടെ ഫോഴ്സ് എഴുതി നോക്കാം. ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ്
മാസിന്റെ ഡയമെൻഷൻ എന്താ? ക്യാപിറ്റൽ എം. ക്യാപിറ്റൽ എം മൾട്ടിപ്ലൈഡ് ബൈ ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്താ? നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, എൽ ടി റൈസ് ടു -2. അപ്പോ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ത് വരും? എം എൽ ടി റൈസ് ടു -2. എം എൽ ടി റൈസ് ടു -2 ആണ് എന്തിന്റെ ഡയമെൻഷൻ? ഫോഴ്സിന്റെ ഡയമെൻഷൻ. അടുത്തൊരു ക്വാണ്ടിറ്റി മാസ് ഡെൻസിറ്റി. മാസ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി രണ്ടും യൂസ് ചെയ്യാറുണ്ട്. മാസ് ഡെൻസിറ്റി. മാസ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? മാസ് പെർ യൂണിറ്റ് വോളിയം, എം ഡിവൈഡഡ് ബൈ വി. എമ്മിന്റെ ഡയമെൻഷൻ എന്താ? ക്യാപിറ്റൽ എം. മാസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം. വോളിയത്തിന്റെ ഡയമെൻഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, എൽ ക്യൂബ്. ഓക്കെ, അപ്പോ മാസ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്താ വരുന്നത്? എം എൽ റൈസ് ടു -3. ഇതാണ് മാസ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോ ഇങ്ങനെ നമുക്ക് ഏത് ക്വാണ്ടിറ്റിയുടെ വേണമെങ്കിലും ഇക്വേഷൻ അല്ലെങ്കിൽ യൂണിറ്റ് അറിയാമെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ഡിറൈവ് ചെയ്യാൻ പറ്റും? അതിന്റെ ഡയമെൻഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻസ് കൂടുതൽ ക്വാണ്ടിറ്റീസ് എടുത്ത് നോക്കിയിട്ട് അതിന്റെ എല്ലാം ഡയമെൻഷൻസ് ഒന്ന് ഡിറൈവ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഡയമെൻഷൻ ഫോർമുല. ഒരു 4 ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ ഇവിടെ ഇപ്പൊ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ഡയമെൻഷണൽ ഫോർമുല എഴുതി നോക്കാം. ഡയമെൻഷണൽ ഫോർമുല ഒന്നുമില്ല, ഇതെല്ലാം ഒരു ഫോർമുലയുടെ രൂപത്തിൽ എഴുതും. വോളിയം നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്ന ഏത് ലെറ്ററിലാണ്? ക്യാപിറ്റൽ വിയിലാണ്. ക്യാപിറ്റൽ വി. ഡയമെൻഷൻ എഴുതാൻ പോവുകയാണ്, അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഈ ക്യാപിറ്റൽ വിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നു. ഇതാണ് നമ്മുടെ ഫോർമുലയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത്. ഈക്വൽ ടു ഇതിന്റെ ഡയമെൻഷൻ എന്താ? എൽ ക്യൂബ്. ഇത്രയേ ഉള്ളൂ ഡയമെൻഷണൽ ഫോർമുല. അപ്പൊ ഡയമെൻഷൻ അറിയാം, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓരോ ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ പറ്റും. സെക്കൻഡ് വൺ ആക്സിലറേഷൻ. ആക്സിലറേഷൻ നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ എ. സ്മോൾ ലെറ്റർ എ. സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നു. സ്ക്വയർ ബ്രാക്കറ്റ് മിസ്സായി പോരുത്. ഡയമെൻഷൻ എഴുതുമ്പോൾ എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റ് മസ്റ്റ് ആണ്. ദെൻ അതിന്റെ ഡയമെൻഷൻ എന്താ? എൽ ടി റൈസ് ടു -2. നെക്സ്റ്റ് വൺ ഫോഴ്സ്. ഫോഴ്സിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഫ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതിന്റെ ഡയമെൻഷൻ എന്താ പഠിച്ചത്? എം എൽ ടി റൈസ് ടു -2. എം എൽ ടി റൈസ് ടു -2. നെക്സ്റ്റ് വൺ വോളിയം മാസ് ഡെൻസിറ്റി. മാസ് ഡെൻസിറ്റി നമ്മൾ യൂഷ്വലി റോ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. റോ ഗ്രീക്ക് ലെറ്റർ ആയ റോ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നു. അതിന്റെ ഡയമെൻഷൻ എന്താ? എൽ റൈസ് ടു -3. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷൻസ് എഴുതാൻ പഠിച്ചു. ആ ഡയമെൻഷൻ എഴുതണമെങ്കിൽ നമുക്ക് എന്തറിയണം? നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ ഏതൊക്കെയാണെന്ന് അറിയണം. അത് യൂസ് ചെയ്തുകൊണ്ട് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻ എഴുതാൻ പഠിച്ചു. അതിൽ നിന്ന് ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ പഠിച്ചു. ഡയമെൻഷണൽ ഫോർമുല അല്ലെങ്കിൽ ഡയമെൻഷണൽ ഇക്വേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കാവുന്നതാണ്. ഞാൻ ഇവിടെ കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഡയമെൻഷൻസ് ആൻഡ് ഡയമെൻഷണൽ ഫോർമുല ഒന്ന് എഴുതി നോക്കുക. എല്ലാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്. ഏരിയ, ഫ്രീക്വൻസി, വർക്ക്, പവർ, എനർജി, വേവ് ലെങ്ത്. ഇതിന്റെ ഇക്വേഷൻ ആലോചിക്കുക. പഠിച്ച ഇക്വേഷൻ ആലോചിക്കുക, അതിൽ നിന്ന് ഡയമെൻഷൻസ് എഴുതി നോക്കുക ആൻഡ് ഡയമെൻഷണൽ ഫോർമുല എഴുതി നോക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡയമെൻഷണൽ അനാലിസിസിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. 2 ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് ചെക്കിംഗ് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കൺസിസ്റ്റന്റ് ആണോ, അതിൽ എന്തെങ്കിലും എറർ ഉണ്ടോ, ആ ഇക്വേഷന്റെ കറക്റ്റ്നെസ് എങ്ങനെ ചെക്ക് ചെയ്യാന്നാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഓരോ ഇക്വേഷൻസിന്റെയും ഡയമെൻഷണൽ കൺസിസ്റ്റൻസി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മേ ബി added together or subtracted from one another if and only if they have same dimensions. എന്താ പറഞ്ഞത്? 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ എന്താ? അവയ്ക്ക് സെയിം ഡയമെൻഷൻ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാനിപ്പോ വെലോസിറ്റി എടുക്കുന്നു. വെലോസിറ്റി എന്നുള്ളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുന്നു ആൻഡ് ആക്സിലറേഷൻ എന്നുള്ളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുന്നു. ഇതിന്റെ രണ്ടിന്റെ ഡയമെൻഷൻസ് നമ്മൾ കണ്ടതാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ? എൽ ടി റൈസ് ടു -1 ആൻഡ് ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്താ?
എൽ ടി റൈസ് ടു -2. ഇവിടെ രണ്ടിന്റെ ഡയമെൻഷൻ സെയിം ആണോ? അല്ല, ഇത് രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതിന് രണ്ടിനും രണ്ട് ഡിഫറെന്റ് ഡയമെൻഷൻസ് ആണ് വരുന്നത്. അപ്പൊ ഒരിക്കലും ഇങ്ങനെ രണ്ട് ഡിഫറെന്റ് ഡയമെൻഷൻസ് വരുന്ന ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും ഒരിക്കലും നമ്മൾ വെലോസിറ്റിയോ ആക്സിലറേഷനോ നമ്മൾ ആഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ വെലോസിറ്റിയിൽ നിന്ന് ആക്സിലറേഷൻ മൈനസ് ചെയ്യാറില്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്ത് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് പറയുന്നത്. നമുക്ക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുമ്പോൾ ഒരിക്കലും രണ്ട് ഡിഫറെന്റ് ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ കഴിയില്ല. ഓക്കെ, അപ്പോ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഈ ഒരു ഇക്വേഷന്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇക്വേഷൻ എക്സ് ഈക്വൽ ടു x0 പ്ലസ് v0t പ്ലസ് ഹാഫ് at². എക്സ് എന്താ? ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ടൈം t. x0 ഡിസ്റ്റൻസ് ഇൻ ടൈം t ഈക്വൽ ടു 0. v0 വെലോസിറ്റി അറ്റ് t ഈക്വൽ ടു 0. A means acceleration. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് ഓരോ ടേംസിന്റെയും ഡയമെൻഷൻ എഴുതി നോക്കണം. ഇവിടെ x എന്താ? ഡിസ്റ്റൻസ് ആണ്, മീൻസ് ലെങ്ത്. ലെങ്ത്തിന്റെ ഡയമെൻഷൻ L ആണ്. അപ്പോ എക്സിന്റെ ഡയമെൻഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ L ആണ്. സെക്കൻഡ് വൺ ഇസ് x0. x0 എന്ത് തന്നെയാണ്? ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ L വരും. Then v0 velocity. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ എന്താ പഠിച്ചത്? L t raised to -1. ഓക്കെ, നെക്സ്റ്റ് വൺ ആക്സിലറേഷൻ. ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്താ പഠിച്ചത്? L t raised to -2. ഓക്കെ, ആദ്യം എല്ലാത്തിന്റെയും ഡയമെൻഷൻസ് എഴുതി. ഇനി നമ്മൾ ഈ ഡയമെൻഷൻ ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷൻ എന്താ നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ വരുന്നത്? LHSല് x ആണ് വരുന്നത്. എക്സിന്റെ ഡയമെൻഷൻ എന്താ? L ആണ്. ഓക്കെ, ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷൻ എഴുതുന്നു. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തൊക്കെ ടേംസ് ആണ് വരുന്നത്? 3 ടേംസ് വരുന്നുണ്ട്. ഈ ഓരോ ടേംസിന്റെയും ഡയമെൻഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. x0യുടെ ഡയമെൻഷൻ എന്താ? L ആണ്. L പ്ലസ് v0യുടെ ഡയമെൻഷൻ എന്താ? v0 മീൻസ് L t raised to -1. ഇവിടെ ഒരു ടേം കൂടെ വരുന്നുണ്ട്, t. ടിയുടെ ഡയമെൻഷൻ നമ്മൾ എഴുതിയിട്ടില്ല. ടിയുടെ ഡയമെൻഷൻ എന്താ? ക്യാപിറ്റൽ T. ടൈമിന്റെ ഡയമെൻഷൻ. അപ്പോ v0t ആണ് സെക്കൻഡ് ടേം വരുന്നത്. v0 എന്താ? v0ന്റെ ഡയമെൻഷൻ L t raised to -1. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ ടിയുടെ ഡയമെൻഷൻ എന്താ? ക്യാപിറ്റൽ T പ്ലസ് തേർഡ് ടേമിൽ ഹാഫ് എന്നൊരു ടേം വരുന്നുണ്ട്. ഹാഫ് എന്താ? ഒരു നമ്പർ ആണ്. നമ്പറിന് ഒരിക്കലും ഡയമെൻഷൻസ് വരില്ല. ഡയമെൻഷൻസ് ഇല്ലാത്ത വേറെയും ചില ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഹാഫ് എന്ന് പറയുന്ന ഒരു നമ്പർ ആണ്, അതിനൊരിക്കലും ഡയമെൻഷൻ വരില്ല. അപ്പൊ അതിന്റെ ഡയമെൻഷൻ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്താ? L t raised to -2. L t raised to -2 മൾട്ടിപ്ലൈഡ് ബൈ ടൈമിന്റെ സ്ക്വയർ, അതായത് t². ഓക്കെ, ഫസ്റ്റ് ടേമിന്റെ ഡയമെൻഷനിൽ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. കാര്യം ഇവിടെ L മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ നോക്കിക്കേ, L t raised to -1 മൾട്ടിപ്ലൈഡ് ബൈ t raised to 1. അപ്പൊ ഈ t raised to -1 t raised to 1 കൂടെ ക്യാൻസൽ ആയി പോകും. ഇവിടെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ L t raised to -1നെ നമുക്ക് എങ്ങനെ എഴുതാം? L by t എന്ന് എഴുതാം. ഇതാണ് L t raised to -1 മൾട്ടിപ്ലൈഡ് ബൈ t. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എന്തൊക്കെ കട്ട് ചെയ്ത് പോകും? ഡിനോമിനേറ്ററിൽ ടി ആൻഡ് ന്യൂമറേറ്ററിൽ ടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എന്ത് മാത്രം വരും? L മാത്രം വരും. അപ്പൊ സെക്കൻഡ് ടേമിന്റെ ഡയമെൻഷൻ എന്താ? L തന്നെയാണ്. തേർഡ് ടേമിൽ അതുപോലെ തന്നെ L t raised to -2 ആണ്. അതായത് L ഡിവൈഡഡ് ബൈ t² മൾട്ടിപ്ലൈഡ് ബൈ ഇവിടെ ഒരു ടൈമിന്റെ സ്ക്വയർ കൂടെ വരുന്നുണ്ട്, t². ഇവിടെയും രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്ത് മാത്രം വരും? L മാത്രം വരും. L, ക്യാപിറ്റൽ L. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡയമെൻഷൻ നമുക്ക് എന്താ കിട്ടിയത്? L തന്നെയാണ് കിട്ടിയത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ 3 ടേം ഉണ്ട്. ആ 3 ടേമിന്റെ ഡയമെൻഷൻ എന്താ? ലെങ്ത്, ലെങ്ത്, ലെങ്ത്. ഞാൻ നേരത്തെ പറഞ്ഞു എന്തനുസരിച്ച്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ അനുസരിച്ച് നമുക്ക് ഒരേ ഡയമെൻഷൻസ് വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം 3 ടേമിന്റെയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് സെയിം ആയതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ 3 ടേംസും ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് അനുസരിച്ച് എന്താണെന്ന് പറയാം? കൺസിസ്റ്റന്റ് ആണെന്ന് പറയാം. ഇനി നമുക്ക് കുറച്ച് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് നോക്കാം. ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസിൽ ഫസ്റ്റ് വരുന്നത് സ്പെഷ്യൽ ഫംഗ്ഷൻസ് ആണ്. സ്പെഷ്യൽ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്? ഏതൊക്കെയാണ്? സൈൻ, കോസ്, ടാൻ,
കൊസീക്ക് സീക്ക് കോട്ട് അതുപോലെയുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനൊന്നും എന്തില്ല, ഡയമെൻഷൻസ് ഇല്ല. നെക്സ്റ്റ് സ്പെഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോഗരിതമിക് ഫംഗ്ഷൻ ആണ്. ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ലോഗ് ഓഫ് ഒരു നമ്പർ നമ്മൾ ചെയ്യാറില്ലേ, മാത്സിൽ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ലോഗ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്. അതിനെയാണ് ലോഗരിതമിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ആ ലോഗരിതമിക് ഫംഗ്ഷൻസിനും എന്തില്ല, ഡയമെൻഷൻ ഇല്ല. നെക്സ്റ്റ് പ്യുവർ നമ്പേഴ്സ്, നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, ഹാഫ് എന്ന് പറയുന്നത് നമ്പർ ആണ്, അതിനൊരിക്കലും ഡയമെൻഷൻ വരില്ല. അതുപോലെ 1 2 3 എല്ലാ പ്യുവർ നമ്പേഴ്സിന് ഒരിക്കലും എന്ത് വരില്ല, ഡയമെൻഷൻ വരാറില്ല. നെക്സ്റ്റ് വൺ, റേഷ്യോ ഓഫ് സിമിലർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമ്മൾ സിമിലർ ആയിട്ടുള്ള രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ റേഷ്യോ എടുക്കുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ് അല്ലേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ലൈറ്റ് ഒപ്റ്റിക്സിൽ പഠിച്ച, ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പഠിച്ച ഒരു ടേം ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ വരുന്നത് C/V. ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഇവിടെ രണ്ടിടത്തും വരുന്നത് എന്താ, വെലോസിറ്റി ആണ്. നമ്മൾ ഇതിന്റെ ഡയമെൻഷൻ എഴുതാൻ ശ്രമിച്ചാലും ന്യൂമറേറ്ററിൽ LT⁻⁻1 വരും, ഡിനോമിനേറ്ററിലും LT⁻⁻1 വരും. രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് ഇതിന്റെ ഡയമെൻഷൻ എന്തായിട്ട് വരും, സീറോ അല്ല, ഡയമെൻഷൻ ഇല്ല എന്നുള്ള രീതിയിൽ വരും. അപ്പൊ ഇത് മൂന്നുമാണ് എന്ത്, ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് ഇത് ഉപയോഗിച്ച് ഒരു ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ ഇതിനൊരു ഡീമെറിറ്റ് കൂടെ ഉണ്ട്. എല്ലായ്പ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുന്ന ഇക്വേഷൻ ഡയമെൻഷൻ, ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് ആ ഇക്വേഷൻ കറക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഇക്വേഷൻ തെറ്റാണ്, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ തെറ്റാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ നമ്മളൊരു ഇക്വേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, എന്നിരുന്നാലും ആ ഇക്വേഷൻ തെറ്റാണ് എന്നുള്ളതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഓർക്കുന്നുണ്ടായിരിക്കും, മലയാളം മീഡിയം പഠിച്ച കുട്ടികൾ ഗതികോർജം എന്നായിരിക്കും പഠിച്ചത്. അതിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്, കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv². ഹാഫ് mv². ഇനി ഞാൻ ഈ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് mv² അല്ല, 3/4 mv² എന്ന് എഴുതുവാണ്. ഇതിൽ രണ്ടില് ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കുവാണ്. നമുക്ക് ഈ ഡയമെൻഷൻ അനാലിസിസ് വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹാഫ് mv² ഡയമെൻഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഹാഫിന് ഡയമെൻഷൻ ഉണ്ടോ, ഇല്ല, അതൊരു നമ്പർ ആണ്, അതിന് ഡയമെൻഷൻ ഇല്ല. m എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ആണ്, മാസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M. v എന്താ, വെലോസിറ്റിയുടെ സ്ക്വയർ, ദാറ്റ് മീൻസ് L² T⁻⁻2 എന്നുള്ള രീതിയിൽ വരും. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ, LT⁻⁻1 ആണ്. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, L² T⁻⁻2 എന്ന് കിട്ടും. ഞാനിത് ഡയറക്റ്റ് ആയിട്ട് എഴുതിയതാ. അപ്പോ കൈനറ്റിക് എനർജി, ഈ ഒരു ഇക്വേഷൻ അനുസരിച്ച് കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ എന്താ, mL² T⁻⁻2 ആണ്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ ഇതിന്റെ ഡയമെൻഷൻ എഴുതാൻ നോക്കുക. അഗെയിൻ 3/4 ഒരു നമ്പർ ആണ്, അതിന് ഡയമെൻഷൻ ഇല്ല. എമ്മിന്റെ ഡയമെൻഷൻ എന്താ, ക്യാപിറ്റൽ M. വിയുടെ ഡയമെൻഷൻ എന്താ, v²ന്റെ ഡയമെൻഷൻ എന്താ, L² T⁻⁻2. L² T⁻⁻2. ഇവിടെയും എന്താ കിട്ടിയത്, സെയിം ഡയമെൻഷൻ തന്നെയാണ് കിട്ടിയത് അല്ലേ. ഇതും mL² T⁻⁻2, ഇവിടെയും mL² T⁻⁻2. അതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷൻ ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ, ഇല്ല. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ, ഹാഫ് mv² ആണെന്ന് പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ഡീമെറിറ്റ്സ് കൂടെ ഉണ്ട്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഡീമെറിറ്റ് എന്താ, ഒരിക്കലും ഈ ഇക്വേഷൻ ശരിയാണ്, തന്നിരിക്കുന്ന ഇക്വേഷൻ ശരിയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ എന്തുപയോഗിച്ച് പറ്റില്ല, ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് പറ്റില്ല. പക്ഷേ ഒരു ഇക്വേഷൻ ഡയമെൻഷണൽ അനാലിസിസ് അനുസരിക്കുന്നില്ല എങ്കിൽ, അതനുസരിച്ച് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് അനുസരിച്ച് ആ ഇക്വേഷൻ തെറ്റാണെന്ന് പറയാൻ കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത് ഡീമെറിറ്റ്സ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്, ഡയമെൻഷൻസ് ആൻഡ് ഡയമെൻഷണൽ ഫോർമുല. ഇതില് നമ്മുടെ SI യൂണിറ്റിലെ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടു. അതിൽ നിന്ന് നമ്മൾ കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് ഡിറൈവ് ചെയ്തെടുത്തു. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ഇക്വേഷൻ അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ ഡയമെൻഷൻ ഡിറൈവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ നോക്കിയത്, ഡയമെൻഷണൽ ഫോർമുല. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെയാണ് എഴുതുന്നതെന്ന് കണ്ടു. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ്
ഡയമെൻഷണൽ അനാലിസിസ്. ആപ്ലിക്കേഷൻസിൽ 2 ആപ്ലിക്കേഷൻ ആണുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എന്താണ്? ചെക്കിംഗ് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ഡയമെൻഷണലി കൺസിസ്റ്റന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചു. അതെങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? അതിനുവേണ്ടി നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ഓഫ് ഡയമെൻഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ഓഫ് ഡയമെൻഷൻസിന്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. അത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് ഒരു ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണോ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു എക്സാമ്പിളും കണ്ടു. അടുത്ത നമ്മൾ എന്താണ് കണ്ടത്? ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് കണ്ടു. 3 ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ആണ് പറഞ്ഞത്. അത് ഏതൊക്കെയാണെന്ന് ഓർത്ത് നോക്കുക. ദെൻ നമ്മൾ നോക്കിയത് എന്താ? ഇതിന്റെ ഒരു ഡീമെരിറ്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ഓഫ് ഡയമെൻഷൻസ് അല്ലെങ്കിൽ ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ എന്നുള്ള ഒരു ആപ്ലിക്കേഷന്റെ ഡീമെരിറ്റ് ആണ് നോക്കിയത്. എന്തായിരുന്നു ഡീമെരിറ്റ്? ആ ഒരു ഇക്വേഷൻ, തന്നിരിക്കുന്ന ഇക്വേഷൻ ഉറപ്പായിട്ടും കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എന്ത് പറയാൻ പറ്റും? ആ ഇക്വേഷൻ തെറ്റാണെങ്കിൽ നമ്മളിപ്പോ ചെയ്തു വരുമ്പോ നമുക്ക് തെറ്റായിട്ടാണ് ആൻസർ കിട്ടിയതെങ്കിൽ അത് തെറ്റാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് നോക്കി? ഡയമെൻഷണൽ അനാലിസിസ് അല്ലെങ്കിൽ ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ എന്നുള്ള ആപ്ലിക്കേഷന്റെ ഡീമെരിറ്റ് നോക്കി. ഡീമെരിറ്റ് എന്താ പറഞ്ഞത്? ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയില്ല. പക്ഷേ ചെയ്തു വരുമ്പോ നമുക്ക് ആ ഇക്വേഷൻ തെറ്റായിട്ടാണ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ഓഫ് ഡയമെൻഷൻസ് അനുസരിച്ച് ഈ ഇക്വേഷൻ തെറ്റാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത് ഈ ഒരു ആപ്ലിക്കേഷന്റെ ഒരു ഡീമെരിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഹോംവർക്ക് ഞാൻ തന്നിരുന്നു. എന്താ? കുറച്ച് ക്വാണ്ടിറ്റീസ് തന്നിട്ട് അതിന്റെ എല്ലാം ഡയമെൻഷൻസ് എഴുതി നോക്കാൻ പറഞ്ഞു. അതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന്റെ എല്ലാ ആൻസേഴ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഞാൻ ഈ പറഞ്ഞ പാർട്ടിൽ നിന്ന് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് നെയിം ആൻഡ് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്? ആ പ്രിൻസിപ്പിളിന്റെ പേര് എഴുതുക, ദെൻ അതിന്റെ ഡെഫിനിഷൻ എഴുതുക. പിന്നെ ചോദിച്ച് കണ്ടുവരുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നിട്ട് അതിന്റെ ഡയമെൻഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഇനി ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ്, ഏതെങ്കിലും 2 ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് എഴുതാൻ ചോദിക്കാറുണ്ട്. ഇത്രയാണ് ഞാൻ ഈ പറഞ്ഞ പാർട്ടിൽ നിന്ന് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് വഴി അറിയിക്കുക. താങ്ക് യു ഓൾ.